എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ഒരാഴ്ച നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടെക് അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണെന്നാണ്. നമ്മുടെ ബി ന്യൂസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയ്ക്ക് കുറച്ച് ആൾക്കാരൊക്കെ സപ്പോർട്ട് തന്നിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് എല്ലാ ആഴ്ചയും ഈ വീഡിയോ ചെയ്യാനായിട്ടൊരു പ്രചോദനമാകുകയുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. കഴിഞ്ഞ ആഴ്ചയിലെ അപ്ഡേറ്റുകൾ എന്ന് പറയുമ്പോൾ ഇതൊരു പുതിയ വർഷമാണ്. പുതിയ വർഷത്തിൻ്റെ പുതിയ ആഴ്ചയാണ്. 2019 ആദ്യത്തെ ടെക് ന്യൂസ് ആണ്. അപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷവോമി റെഡ്മിയും തമ്മിൽ ഷവോമിയുടെ റെഡ്മി എന്ന് പറയുന്ന ഒരു സബ് ബ്രാൻഡായിട്ടായിരുന്നു മൊബൈൽ ഇറക്കിക്കൊണ്ടിരുന്നത്. ഇനി മുതൽ റെഡ്മിയും അതുപോലെ ഷവോമിയും രണ്ടും ഒരു ഇൻഡിവിജ്വൽ ബ്രാൻഡ് പോലെ ഫോണുകൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പം റെഡ്മിയുടെ ആദ്യത്തെ ഒരു ഫോൺ വരുന്നു എന്ന് പറഞ്ഞ് ലീക്കായിരിക്കുന്ന കുറച്ച് പിക്ചറുകളും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ നെറ്റിൽ അവൈലബിൾ ആണ്. അതായത് റെഡ്മിയുടെ നോട്ട് 7 വരുന്നു എന്നാണ് പറയുന്നത്. അതായത് 48 മെഗാപിക്സൽ ക്യാമറയോടുകൂടി, അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു ഫുൾ ഡിസ്പ്ലേയും അതുപോലെ തന്നെ നോച്ച് ഡിസ്പ്ലേ ഏറ്റവും മുകളിൽ നോച്ചും മറ്റും കൊടുത്തിട്ടാണ് റെഡ്മി നോട്ട് 7 വരുന്നത്. അതുപോലെ തന്നെ സാധാരണയായിട്ട് റെഡ്മി ഫോണുകൾ കണ്ടുവരുന്നൊരു ഡിസൈനായിരുന്നു. ബാക്കിൽ വരുന്നത് ഫുൾ ബ്ലാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒറ്റ ഒരു കളർ ഡിസൈനാണ് സാധാരണ വരുന്നത്. അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തി വളരെ ഇൻട്രസ്റ്റിംഗ് ആയ നല്ല വ്യത്യസ്തങ്ങളായ കളർ ടോണിലേക്കാണ് ഇത്തവണ നോട്ട് 7 വരുന്നത്. സോ അപ്പോൾ അതിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം. ഇപ്പോൾ ഇറങ്ങുന്ന റൂമറുകളും ഫോട്ടോകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പം ഇതാണ് റെഡ്മി നോട്ട് 7 കുറിച്ച് അറിയാനുള്ളത്. രണ്ടാമതായിട്ടും വരുന്നത് ഷവോമിയിലെ ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ഷവോമിയുടെ ഒരു ഫോൾഡബിൾ ഫോൺ വരുന്നു എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ അതിൻ്റെ വീഡിയോയും മറ്റും ഓൺലൈനിലും മറ്റും അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഒരു ടാബ്ലറ്റ് പോലെ ഉപയോഗിക്കാം, അതിന് മടക്കിയതിന് ശേഷം ഒരു ഫോൺ പോലെയും ഉപയോഗിക്കാവുന്ന ഫോൾഡബിൾ ഫോൺ ഷവോമിയുടെ ഇറങ്ങി എന്ന് പറഞ്ഞുള്ള വീഡിയോയും മറ്റും ഇപ്പോൾ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോയും മറ്റും ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാനായിട്ട് സാധിച്ചതാണ്. കൂടുതൽ അറിയുന്നതിന് ലിങ്ക് കാര്യങ്ങളെല്ലാം നമ്മൾ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ താഴത്തെ ലിങ്കിൽ നോക്കിയാൽ അറിയാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് വരുന്നത് പബ്ജിയിൽ നിന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പബ്ജി എന്ന് പറയുന്നത് വളരെ പോപ്പുലറായ ഒരു ഗെയിമാണ്. ആ ഒരു ഗെയിമിൽ കുറച്ച് അപ്ഡേറ്റുകളും കാര്യങ്ങളും വന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ അതിൻ്റെ ബീറ്റ വെർഷനിലാണ് ഈ ഒരു അപ്ഡേറ്റുകൾ എത്തിയിരിക്കുന്നത്. സാധാരണ എല്ലാവർക്കും എത്തണമെങ്കിൽ കോമൺ ആയിട്ടുള്ള വെർഷനിലോട്ട് അവൈലബിൾ ആണ്. ഇപ്പം ബീറ്റ വെർഷനിലാണ് വന്നിരിക്കുന്നത്. അപ്ഡേറ്റുകളെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് നമുക്ക് ഇപ്പോൾ അറിയാം പുതിയ മാപ്പിൽ മാത്രമാണ് സ്നോ ഉള്ളൂ. ഇനി മുതൽ മിറാമറിലും അതുപോലെ തന്നെ ഇറാങ്കിളിലും എല്ലാത്തിനും സ്നോ വരുന്നൊരു അപ്ഡേറ്റ് ആണ്. അതുപോലെ തന്നെ വെഹിക്കിളിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇനി മുതൽ ഓട്ടോറിക്ഷ, നമ്മുടെ സ്വന്തം ഓട്ടോറിക്ഷ ഇനി മുതൽ പബ്ജിയിലും അവൈലബിൾ ആയിരിക്കും. അതുപോലെ MK40 എന്ന് പറയുന്ന പുതിയൊരു ഗണ്ണ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അപ്ഡേറ്റുകളാണ് ഇപ്പം പബ്ജിയിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ പബ്ജി കളിക്കുന്ന സമയത്ത് മഴയത്ത് പബ്ജി കളിക്കാനുള്ള ഒരു അപ്ഡേറ്റും, അതായത് ഇറാങ്കിളിലും അതുപോലെ തന്നെ മിനാമറിലും ഒരു അപ്ഡേറ്റും പബ്ജിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പബ്ജിയിൽ അപ്ഡേറ്റ്. അതുപോലെ തന്നെ പുതിയൊരു മോഡും പബ്ജിയിൽ വരുന്നുണ്ട്. സൂംബി മോഡ് എന്ന് പറഞ്ഞാൽ പുതിയൊരു മോഡ് വരുന്നുണ്ട്. നമ്മൾ സാധാരണ കളിക്കുന്നത് 100 പേരുമായിട്ടാണ്. അപ്പം ഇതിൽ 100 സൂംബിയൊക്കെ ആയിട്ടാണ് കളിക്കുന്നതെന്നൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്ന അറിവുകൾ. എന്തായാലും ബീറ്റ വെർഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലും ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യണമെങ്കിലൊക്കെ താഴെ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ് വരുന്നത് സാംസങ്ങിൽ നിന്നാണ്. സാംസങ്ങിൻ്റെ S10 കുറച്ച് ഫോട്ടോയും മറ്റും ലീക്കായിട്ടുണ്ട്. ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ഫുൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് മുഴുവൻ ഡിസ്പ്ലേ, അതിനകത്ത് ചെറിയൊരു ഹോൾ പോലെ ക്യാമറയും മറ്റുമാണ് S10 വരുന്നത്. അതിൻ്റെ ഫോട്ടോയും മറ്റും ലീക്കായിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് വരുന്നത് ഹുവായിൽ നിന്നാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു അപ്ഡേറ്റ് ആണ്. ന്യൂ ഇയറിന് ഹുവായിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് സ്റ്റാഫും മറ്റും ഹാപ്പി ന്യൂ ഇയറും മറ്റും വിഷ് ചെയ്തുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു ട്വിറ്ററിൽ. അതായത് അവർ ട്വിറ്റ് ചെയ്തത് പക്ഷേ ഒരു ചെറിയ അബദ്ധം പറ്റി. അവർ ട്വിറ്റ് ചെയ്ത് ഐഫോണിൽ നിന്നാണ്. പക്ഷേ അതൊരു ട്വിറ്ററിൽ നമുക്കറിയാം ഒരു പോസ്റ്റ് ഇട്ട് ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആണോ ഐഫോൺ ആണെന്നുള്ള കാര്യം താഴെ കാണിക്കും. അപ്പോൾ ഹുവായുടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആപ്പിളിൽ നിന്നാണ് പോസ്റ്റ് ഇട്ടത്, അതായത് iOS നിന്നാണ് പോസ്റ്റ് ഇട്ട് അതൊരു വിഷയമാവുകയും പിന്നെ ഹുവായി അതിൻ്റെ സ്റ്റാഫുകളെയും മറ്റും പണിഷ്മെൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമായിട്ട് തോന്നി. അവർക്ക് പറ്റിയൊരു അമളിയാണ്, അല്ലെങ്കിൽ ഒരു അബദ്ധമാണ്. അതായത് ഹുവായിൽ വർക്ക് ചെയ്യുന്നവർ അവരുടെ ശത്രുക്കളായ ഐഫോൺ ഉപയോഗിച്ചു എന്നാണ് ഇതിൽ പുറകിൽ വരുന്ന കാര്യം. അപ്പോൾ അവസാനത്തെ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പോലുള്ള സൈറ്റുകളിനേക്കാളും ഒരുപാട് പ്രൈസ് കുറച്ച് നൽകുന്ന ഒരു വെബ്സൈറ്റാണ് അലിബാബ, ഗിയർ ബെസ്റ്റ്, അങ്ങനെയുള്ള ചൈനീസ് വെബ്സൈറ്റുകൾ. ഈ ഒരു വെബ്സൈറ്റുകളിൽ നിന്നെല്ലാം ഒരുപാട് ഇന്ത്യക്കാർ സാധനം വാങ്ങുന്നുണ്ട്. അതിനുള്ള കാരണം വിലക്കുറവ് തന്നെയാണ്. നമുക്ക് ഇന്ത്യയിലോട്ട് സാധനത്തിനെ കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ മേടിച്ച് ഇവിടെ ഷിപ്പ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കാശ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല. പക്ഷേ ഇപ്പോൾ പുതിയൊരു നിയമം വരാനായിട്ട് പോവുകയാണ്. അതായത് ഒരുപാട് ആൾക്കാർ ചൈനീസ് വെബ്സൈറ്റുകളിൽ നിന്ന് സാധനം ഇന്ത്യയിലോട്ട് വാങ്ങുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ പുതിയൊരു നിയമം വരാനായിട്ട് പോവുകയാണ്. അതായത് ഇനി മുതൽ
നമ്മൾ ചൈനീസ് വെബ്സൈറ്റിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭീമമായ തുക തന്നെ ഷിപ്പിംഗ് ചാർജ് വേണ്ടി നൽകേണ്ടി വരും. അതായത് നമ്മൾ ഇന്ത്യയിലെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള സൈറ്റുകളിൽ നിന്ന് സാധനം കൂടുതൽ വാങ്ങുന്നതിന് വേണ്ടിയാണ് ഈ നിയമം വരുന്നതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച വന്നൊരു അപ്ഡേറ്റ് ആണ്. അപ്പം ഇതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച ടെക്നോളജി ലോകത്ത് വന്നിരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. എനിവേ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ആഴ്ച പുതിയ ടെക്നോളജി വാർത്തകളുമായി കാണുമ്പോഴേക്കും ബൈ ഗൈസ്.